നമസ്കാരം. ഇന്ന് ഫസ്റ്റ് ഇംപ്രഷൻ അവാർഡ് കൊടുത്തായിരുന്നല്ലോ. ഇന്ന് ഫസ്റ്റ് ഇംപ്രഷൻ അവാർഡ് കൊടുത്തപ്പോൾ ഉണ്ടായ സംഭവങ്ങളാണ്. അതായത് ഇന്ന് അവരുടെ ആ വീട്ടുകാർ തന്നെ അത് എപ്പോഴാണ് അവാർഡ് കൊടുത്തതെന്ന് അല്ലെങ്കിൽ എപ്പോഴാണ് അവർ ആ നോമിനേറ്റ് ചെയ്യുന്നത് ഞാൻ കണ്ടില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ അങ്ങനെ കണ്ടിട്ടുള്ളവർ കമന്റ് ചെയ്യുക. അങ്ങനെ ഫസ്റ്റ് ഇംപ്രഷൻ അവാർഡ് കൊടുത്തപ്പോൾ ഏറ്റവും ഹീറോ ആയിട്ട് ഒരു 5 വോട്ടുകളോ 6 വോട്ടുകളോ ആയിട്ട് അവിടെ സിജോയെ തെരഞ്ഞെടുക്കുന്നു. അതുപോലെ തന്നെ ഹീറോയിനായിട്ട് നമ്മുടെ ജാസ്മിനെ തെരഞ്ഞെടുക്കുന്നു. നല്ല അവർക്ക് രണ്ടുപേർക്കും ഒരു അംഗീകാരമാണ്. കാരണം അവിടെയുള്ള വീട്ടുകാർ തന്നെ അവരെ ഹീറോ ആയിട്ടും ഹീറോയിനായിട്ടും ഭൂരിപക്ഷം വരുന്ന വീട്ടുകാർ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്കൊരു നല്ലൊരു അവാർഡ് തന്നെയാണ്. അതുപോലെ തന്നെ പ്രേക്ഷകരുടെ ഇടയിലും ഇപ്പോൾ ഒരു രണ്ടുപേർക്കും നല്ല രീതിയിൽ വോട്ടുണ്ട്. ഷിജു ആയിക്കോട്ടെ, ഇപ്പം ഈ പുരുഷന്മാരുടെ ഇടയിൽ ഈ പറഞ്ഞ ഷിജോയ്ക്കാണ് ഏറ്റവും കൂടുതൽ വോട്ട്. അതുപോലെ തന്നെ നമ്മുടെ ആരുടെ കേസ്, നമ്മുടെ ജാസ്മിന്റെ കേസ് നോക്കിയാലും സ്ത്രീകളുടെ ഇടയിൽ ജാസ്മിന് നല്ല രീതിയിൽ വോട്ടുണ്ടെന്ന് ഇപ്പൊ കുറച്ച് ബാക്ക്വേർഡ് വലിയുന്നുണ്ട്. അപ്പൊ എന്തായാലും അവരുടെ കണ്ണിൽ ഹീറോ ആയിട്ട് ആരാണ് ഈ പറയുന്ന ഷിജോവും ഈ പറഞ്ഞ ഹീറോയിനായിട്ട് ജാസ്മിനുമാണ്. പക്ഷെ എനിക്കൊരു ചെറിയൊരു എതിരഭിപ്രായം, ഈ മണ്ടൻ എന്നുള്ള ഒരു അവാർഡ് പ്രഖ്യാപിക്കുകയും അത് ജിൻഡയ്ക്ക് കൊടുക്കുകയും ചെയ്തു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതെനിക്ക് കുറച്ചൊരു അങ്ങനെ ഒരു അവാർഡ് വേണ്ട എന്നുള്ളത്. മണ്ടൻ എന്നുള്ള അവാർഡും പിന്നെ വേറെ ഏതോ ഒരു കുംഭകർണൻ എന്ന് പറയുന്നത് രണ്ടും ഈ പറഞ്ഞ അവാർഡ് ജിൻഡോയ്ക്ക് കൊടുത്തതും ലാലേട്ടൻ തന്നെ പറഞ്ഞു നിങ്ങൾ വിഷമിക്കുന്നേ വേണ്ട, അതൊരു ഫണ്ണായിട്ട് എടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞെങ്കിലും അവിടെ എന്തോ മണ്ടൻ കുംഭകർണൻ എന്നുള്ള പിന്നീട് ആ ഒരു അവാർഡ് കൊടുത്തതിൽ എനിക്ക് വിഷമമൊന്നുമില്ല. പക്ഷേ ആ മണ്ടൻ എന്നുള്ളൊരു മണ്ടനാണെങ്കിലും അവർ എത്രയും ആൾക്കാരെ മുന്നിൽ വെച്ച് ഇത്രയും തടിയുള്ള ഇത്രയും പിന്നീട് ജിമ്മൊക്കെ ഉള്ള ഒരാളെ മണ്ടൻ എന്ന് മുദ്ര കുത്തുമ്പോൾ എന്തോ ഒരു വിഷമം പോലെ തോന്നി. അതുപോലെ തന്നെ രതീഷിന്റെ കേസ് ചോദിക്കുന്നത്, രതീഷിന് 3 അവാർഡ് എന്തോണം കിട്ടി. എനിക്കൊന്ന് ചൊറിയൻ, തതിക്കിട്ട, കോമാളി അങ്ങനെയുള്ള 3 അവാർഡുകൾ ഈ പറയുന്ന ആർക്ക് കിട്ടിയിട്ടുണ്ട്, ഈ പറയുന്ന രതീഷിന് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ കുറെ അവാർഡുകൾ, അതായത് സുരേഷിന് രസികൻ എന്നുള്ള അവാർഡ്, ഗബ്രിക്ക് മടിയൻ എന്നുള്ള അവാർഡ്, ജാൻമണിക്ക് സഹായി എന്നുള്ള അവാർഡ്, നിഷാനയ്ക്ക് നോക്കുകുത്തി എന്നുള്ള അവാർഡ്. നിഷാനെ കുറിച്ചൊരു വീഡിയോ ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ പിന്നെ ലീഡർ എന്നുള്ള ഇതിൽ അർജുൻ, ജാൻമണി, അപ്സരയ്ക്ക് കിട്ടി. പിന്നീട് ഈ പറയുന്ന അർജുനും ഋഷിക്കും ശുദ്ധന്മാരാണ് അർജുനും ഋഷിയും എന്നുള്ള അവാർഡ് കിട്ടി. പിന്നെ വഴികാട്ടി എന്നുള്ള അവാർഡിലും ഈ പറഞ്ഞ ശ്രീലേഖ, നൻഷിത, പിന്നീട് റസ്മിൻ ഭായ്, പിന്നീട് ആർക്ക് സിജോ, പിന്നെ അങ്ങനെയുള്ളവർക്ക് എന്ത് കിട്ടി, ഈ പറയുന്ന വഴികാട്ടി എന്നുള്ള അവാർഡ് കിട്ടി. പിന്നെ എനിക്കും ശ്രീലേഖയും കിട്ടിയെന്നുണ്ട്. അതൊക്കെ അവാർഡുകളെ പ്രഖ്യാപിച്ചത്. അതിനകത്ത് നമ്മൾ എടുത്തു പറയാനുള്ള ഒരു കേസ്, ഈ നമ്മുടെ പ്രേക്ഷകർ കാണുമ്പോൾ തന്നെ ഹീറോ ആയിട്ട് ഈ പറയുന്ന നമ്മുടെ ഷിജോയിനെയും ഹീറോയിനായിട്ട് ജാസ്മിനെയും അവരും കാണുന്നത്, പ്രേക്ഷകരും ഏതാണ്ടൊക്കെ അങ്ങനെയൊക്കെയാണ് കാണുന്നത് ഇതുവരെ. അതുപോലെ തന്നെ ഈ പറയുന്ന നമ്മുടെ ജിൻഡോയ്ക്ക് ഒരു മണ്ടൻ എന്നുള്ള അവാർഡ് കൊടുത്ത് മുദ്ര കുത്തിയപ്പോൾ സത്യമായി ഒരു പാവം പോലെയൊക്കെ തോന്നി. നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.